ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ആലു പൊറോട്ടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുക എന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ആലു പൊറോട്ട നിങ്ങൾക്ക് ഡിന്നറായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും അതുപോലെ തന്നെ കുറച്ച് അച്ചാർ ഇങ്ങനെയൊക്കെ മതി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ആലു പൊറോട്ട വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിം ആയാൽ ചിലപ്പം ഉള്ളി കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതുപോലെ ചേർത്താൽ മതി. ഇനി അതുപോലെ തന്നെ 1 ഇഞ്ച് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് ഒന്നും കൂടി ചതച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റാം. കുറച്ച് നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നേരത്തെ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം ഉള്ളിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് യോജിച്ചിട്ട് ശരിക്കും ഒരു മിക്സ്ചറായിട്ട് വരണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കണം. ഇനി ഉള്ളിയും ഉരുളക്കിഴങ്ങും നന്നായിട്ട് മിക്സാക്കി നല്ലൊരു പേസ്റ്റ് പോലെ തന്നെ നമ്മളിത് ആക്കിയെടുക്കണം. അല്ലെങ്കിൽ സ്റ്റഫിങ് അത്ര റെഡിയായിട്ട് കിട്ടൂല. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിൽ ചേർക്കാം, എന്നാലും ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാം. ഇനിയിപ്പോൾ വീണ്ടും നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചപ്പാത്തിയുടെ കൂട്ട് ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഈ കൂട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളത്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ ഡ്രൈ ആയി പോകാതിരിക്കാൻ കുറച്ച് ഓയിൽ പുരട്ടിയതാണ്. ഇനി ഈ കൂട്ടിൽ നിന്ന് നമുക്ക് കുറച്ചൊരു വലിയൊരു ഉരുള എടുക്കാം. അത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയൊരു കുറച്ചുകൂടി മാവ് എടുക്കണം. നമുക്കിത് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അധികം പരത്തി കൊടുക്കണ്ട, നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ സ്റ്റഫിങ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സാണിത്. അപ്പോൾ അത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇത് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ നടുവിൽ വെച്ചിട്ട് ആ ഒരു മാവ് കൊണ്ട് ഇതിനെ കവർ ചെയ്തെടുക്കാം. ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ നടുവിലത്തെ ഭാഗം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. എല്ലാ ഭാഗവും കൂടി സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കുറച്ച് അമർത്തി കൊടുത്തിട്ട് എല്ലാം കൂടി നടുവിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മാവ് ആക്കിയിട്ട് അതുപോലെ ഗോതമ്പിൻ്റെ പൊടി ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്യരുത്, ഒന്ന് സോഫ്റ്റായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മളിത് പരത്തുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചധികം പൊടിയെല്ലാം ഇടാം. ഇനി അധികം പൊടിയായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ഈ പൊറോട്ട പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 കൈയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് അതിൻ്റെ അധികമുള്ള പൊടിയെല്ലാം കളയാം. ഇനിയിപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് മെല്ലനെ പരത്തി നല്ലൊരു റൗണ്ടാക്കി എടുക്കുക. അധികമുള്ള മസാലയൊന്നും പുറത്ത് വരാൻ പാടില്ല, അത് നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിൽ തന്നെ മസാല റെഡിയായി വരുന്ന രീതിയിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് പരത്തിയെടുക്കാം. അധികം പൊട്ടിപ്പോകാതെ നമ്മൾ പരത്തിയെടുക്കണം. അത് നമ്മൾ നോക്കി ചെയ്താൽ മതി. ഇനിയിപ്പോൾ തുടക്കക്കാരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് കട്ടിയായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു പാനിൽ ഒരു ദോശ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊറോട്ട അതിലേക്ക് മാറ്റാം. ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിടാം. എന്നിട്ട് പിന്നെയും അതിൻ്റെ മേലെ കുറച്ച് ഓയിലെല്ലാം പുരട്ടിയിട്ട് പിന്നെയും തിരിച്ചിടുക. തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ഓയിലെല്ലാം പുരട്ടിയിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ
ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ ഇത് 2 ലെയറായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊന്തിയിട്ട് നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഓയിൽ കോരി ഒഴിച്ച് അതിനെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അതിന് മേലെ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി ഒരു ബ്രഷ് കൊണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു പൊറോട്ട നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത പൊറോട്ട ഉണ്ടാക്കാം. ഇത് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത്തത് കൂടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ലേസ് വെക്കുന്ന പോലെ ഇങ്ങനെ ഫ്രില്ല് പോലെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നടുവിൽ എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ടേക്ക് അമർത്തുക. അപ്പോൾ തന്നെ ശരിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതും അതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ഇതുപോലെ മസാല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ എടുക്കുന്ന സമയത്ത് നമ്മൾ എയർ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. എയർ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇത് പരത്തിയെടുക്കാൻ. ഇൻ കേസ് ഇപ്പം എയർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി പരത്തിയാൽ മതി. അപ്പോൾ അടുത്ത പൊറോട്ടയും നമ്മൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഒരുപാട് കട്ടിയില്ല, ഒരുപാട് നൈസായിട്ടും അല്ല, നല്ല അടിപൊളി കറക്റ്റായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും മൈദ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പാടില്ല. ആലു പൊറോട്ട ആട്ട ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ആലു പൊറോട്ട മൈദയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ മൈദ അറിയാലോ, അതുപോലെ പറ്റി ഒരുമാതിരി ഒരു എലാസ്റ്റിക് പോലെ കളിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ആലു പൊറോട്ട ഗോതമ്പ് പൊടി കൊണ്ടോ ആട്ട കൊണ്ടോ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ആലു പൊറോട്ട പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് കുറച്ച് ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇവിടെ എൻ്റെ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിൽ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.